നമസ്കാരം. ഞാൻ ഡോക്ടർ പാർത്ഥസാരഥി, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഇന്ന് ഞാൻ എപ്പിലെപ്സി എന്ന രോഗത്തെ പറ്റി സംസാരിക്കാൻ പോവാണ്. എപ്പിലെപ്സി അഥവാ അപസ്മാരം ഇത് കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇതിൽ വളരെ തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്ത് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ, ഒരു തവണ അപസ്മാരം വന്നു കഴിഞ്ഞാൽ അത് ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ ആയുഷ്കാലം മുഴുവൻ ഒരു രോഗിയായി എന്നുള്ളതാണ്. നമുക്ക് ഷുഗർ കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞത് കൊണ്ടോ ചില അണുബാധയുടെ ഭാഗമായിട്ടോ നമുക്ക് സീഷർ അല്ലെങ്കിൽ ഫിറ്റ്സ് എന്നുള്ളത് വരാം. അതുകൊണ്ട് നമ്മൾ ഒരു അപസ്മാര രോഗി ആയിരിക്കണമെന്നൊന്നുമില്ല. അത് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ നമുക്ക് മരുന്ന് കഴിച്ച് പിന്നെ അത് പൂർണ്ണമായിട്ടും നിർത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഫിറ്റ്സ് വന്ന് വീഴുന്ന രോഗികളിൽ കയ്യിൽ എന്തെങ്കിലും ഇരുമ്പ് കഷ്ണങ്ങൾ കൊടുക്കുക എന്നുള്ളതും ഒരു തെറ്റായ ധാരണയാണ്. അത് കൊടുത്തത് കൊണ്ട് രോഗിക്ക് യാതൊരു വിധ ഗുണം കിട്ടുകയില്ല. ചിലപ്പോൾ അത് കാരണം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ കയ്യിൽ മുറിവ് ഉണ്ടാകാനും അത് രോഗിക്ക് കൂടുതൽ ദൂഷ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഈ അപസ്മാരമുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉറക്കമാണ്. വളരെ ചിട്ടയോടുകൂടി ഒരു 7 തൊട്ട് 8 മണിക്കൂർ അവർ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കഴിയുന്നതും കിടക്കാൻ നോക്കുക. ആ സ്ലീപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇടയ്ക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് സീഷർ അല്ലെങ്കിൽ ഫിറ്റ്സ് വരാൻ വളരെ ഹൈ ടെൻഡൻസി ആയിരിക്കും. അതേപോലെ തന്നെ മരുന്ന് കൃത്യസമയത്ത് കഴിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ അപസ്മാര രോഗിക്കും ഓരോ തരം മരുന്നുകളായിരിക്കും അത് ഏറ്റവും എഫക്റ്റീവ് ആവുക. അതുകൊണ്ട് ഒരു ന്യൂറോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് അപസ്മാരമാണ്, തലച്ചോറിന് ഏത് ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതിന്റെ മുന്നോട്ടുള്ള രീതികൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന്റെ കൃത്യമായ ചികിത്സ ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ അപസ്മാരം രോഗിക്കും ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു.